ഗോഡ്ഫാദർ സിനിമയെ നിങ്ങൾ വാനോളം പുകഴ്ത്തും, എന്നാൽ അത് പാട്രിയാർക്കൽ സെറ്റപ്പിലുള്ള ഒരു സിനിമയാണ്. ജോക്കർ സിനിമയെ നിങ്ങൾ പ്രശംസിക്കും, എന്നാൽ എത്ര വയലൻസ് നിറഞ്ഞ സിനിമയാണത്. വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് മികച്ച സിനിമയാണെന്ന് നിങ്ങൾ പറയും, എന്നാൽ അതിലെ കേന്ദ്ര കഥാപാത്രം എത്ര മോശം വ്യക്തിയാണ്. ഗോൺ ഗേൾ സിനിമ റെവല്യൂഷണറി ആണെന്ന് നിങ്ങൾ പറയും, എന്നാൽ അതിലെ സ്ത്രീ കഥാപാത്രം എത്ര മാനിപ്പുലേറ്റീവ് ആണ്. പക്ഷേ ക്രിട്ടിക്സിനൊക്കെ പ്രശ്നം സന്ദീപ് റെഡ്ഡി വങ്കയുടെ സിനിമകളോട് മാത്രമാണ്. സന്ദീപ് റെഡ്ഡി വങ്കയുടെ പുതിയ സിനിമയായ അനിമലിലെ തീമിലെ പ്രശ്നങ്ങളെ വിമർശിക്കുന്നവർ കേൾക്കുന്ന ചില കമന്റ്സ് ആണ് തുടക്കത്തിൽ പറഞ്ഞത്. നമുക്ക് അനിമൽ എന്ന സിനിമയെ കുറിച്ചുള്ള ഈ കമന്റ്സിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ഏതാണ്ട് 4 മാസം മുമ്പാണ് അനിമലിന്റെ ഫസ്റ്റ് ടീസർ യൂട്യൂബിൽ വന്നത്. ആ ടീസർ എനിക്ക് പേഴ്സണലി നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. അതിലെ ചില ഡയലോഗ്സ്, ഫ്രെയിംസ്, BGM ഒക്കെ വളരെ മികച്ചതായി തോന്നി. കബീർ സിംഗിലെ സ്ത്രീ വിരുദ്ധത വലിയ പ്രശ്നമായി തോന്നിയിരുന്നെങ്കിലും അത് മനസ്സിൽ നിന്ന് മാറ്റി ഓപ്പൺ മൈൻഡോട് കൂടിയാണ് നെറ്റ്ഫ്ലിക്സിൽ അനിമൽ കാണാനിരുന്നത്. സിനിമയിൽ തീർച്ചയായും പോസിറ്റീവ്സ് ഉണ്ട്. നായകൻ 100 കണക്കിന് എതിരാളികളെ ഒറ്റയ്ക്ക് അടിച്ചിടുന്നത് നമ്മുടെ സിനിമകളിൽ ആവർത്തിച്ചു വരുന്ന ഒന്നാണ്. സോ അത് ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമാക്കുക എന്നത് അത്ര സിമ്പിൾ ടാസ്ക് അല്ല. എന്നാലും അനിമലിലെ ആ ലോങ് ഫൈറ്റ് സീക്വൻസ് വ്യത്യസ്തമായ രീതിയിൽ നന്നായി എടുത്തതായി തോന്നി. എതിരാളികൾക്ക് മാസ്ക് ഇടുന്നത് ഒരു പുതിയ അപ്രോച്ച് ആയിരുന്നു. കോറിഡോറിലെ ആക്സ് വെച്ചിട്ടുള്ള ഫൈറ്റ് സീൻ കൺവിൻസിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് രൺബീർ സിനിമയിലെ ഏതാണ്ട് 90% സീനുകളിലും ഉണ്ടെന്നാണ്. ഓരോ സീനും വളരെ നന്നായി രൺബീർ ചെയ്തിട്ടുണ്ട്. രൺബീറിന്റെ ഓരോ പ്രായത്തിലെയും മേക്കപ്പ് പെർഫെക്റ്റ് ആയി തോന്നി. പിന്നെ BGM വ്യത്യസ്തമായ ഒരു അപ്രോച്ച് പരീക്ഷിച്ച പോലെ തോന്നി. അതും നന്നായി ഇഷ്ടപ്പെട്ടു. ടീസറിൽ കണ്ടതുപോലെ തന്നെ സിനിമയിലെ ചില ഫ്രെയിംസ് എക്സലന്റ് ആയിരുന്നു. ചില സീൻസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കളയാമായിരുന്നു എന്ന് തോന്നിയെങ്കിലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാതെയാണ് സിനിമ കണ്ടു തീർത്തത്. അതുകൊണ്ട് ഇത്രയും ലെങ്തിയായ ഒരു സിനിമ ബോറടിപ്പിക്കാതെ എടുക്കുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ആ കാര്യത്തിൽ സിനിമ വിജയിച്ചതായാണ് തോന്നിയത്. ബോബി ഡിയോളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനും ഒപ്പം വരുന്ന ഇറാനിയൻ പാട്ടും നല്ലതായിരുന്നു. ബ്രദറിൻലോ കൂടിയാണ് അച്ഛനെ കൊല്ലാൻ പ്ലാൻ ചെയ്തതെന്ന് റിവീൽ ആകുന്ന സീനും പാരലായി അയാളെ കൊല്ലുന്നതും കാണിക്കുന്നത് നന്നായി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം അച്ഛനും മകനും റോൾ പ്ലേ ചെയ്യുന്ന ആ സീന് ശരിക്കും അച്ഛന്റെ കെയർ കിട്ടാത്തതിന്റെ ആ ഡീപ്പ് ഇമ്പാക്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി സിനിമയിലെ മെയിൻ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് വർക്ക് ആകാത്ത ചെറിയ ചില പ്രശ്നങ്ങൾ പറയാം. സിനിമയുടെ ഡാർക്ക് മോഡ് ലൈറ്റ് ആക്കാനാണോ എന്നറിയില്ല, ഇടയ്ക്ക് ഡിറ്റർജന്റ് ജോക്ക്, അണ്ടർവെയർ ജോക്ക് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല ബോറായാണ് തോന്നിയത്. ആ തുണി അലക്കുന്ന ജോലിക്കാരനുമായിട്ടുള്ള സീനൊക്കെ ഒരു ആവശ്യവുമില്ലാത്തതായി തോന്നി. തൃപ്തി ദിമ്രിയുടെ പാർട്ട് അതിലെ മറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ പോലും അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. പ്ലെയിനിലെ ഹണിമൂൺ സോങ് ആ ഒരു സ്റ്റോറി വേൾഡിൽ ഇത് കുറച്ചധികം ഓവറല്ലേ എന്നൊരു ഫീൽ മാത്രമാണ് തന്നത്. പശുമൂത്രം കുടിക്കുന്നത്, പൂജ നടത്തുന്നത്, ഇതൊക്കെ സിനിമയുടെ വേൾഡിൽ ഒതുങ്ങുന്നതായല്ല തോന്നിയത്. സംവിധായകൻ അതിലൊക്കെ വിശ്വസിക്കുന്നതായി തന്നെയാണ് തോന്നിയത്. അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട്. കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു ഗ്രീഷ്മ ഷാരോട്ട് മർഡർ കേസ്. ഈ ഒരു കേസിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടർ സിദ്ദിഖ് ലീഡ് ചെയ്തിട്ടുള്ള വോയിസ് നൽകിയിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ഫിക്ഷൻ ഓഡിയോ സിനിമ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കുക്കു FM ഓഡിയോ ബുക്ക് ആപ്പിൽ CI സ്വാമിനാഥൻസ് കേസ് ഡയറി സീസൺ 1 ഇപ്പോൾ അവൈലബിൾ ആണ്. MA200 എന്ന ഞങ്ങളുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ 50% ഓഫർ കുക്കു FMൽ നിങ്ങൾക്ക് കിട്ടും. അതായത് വെറും 49 രൂപയ്ക്ക് നിങ്ങൾക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുക്കാം. സമയക്കുറവ് കാരണം പുസ്തക വായന തുടരാൻ പറ്റാത്തവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഓഡിയോ ബുക്സ് കേൾക്കുക എന്നത്. യാത്ര ചെയ്യുമ്പോഴും പാസീവായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴുമൊക്കെ സമയം എഫക്റ്റീവായി ഉപയോഗിക്കാൻ ഓഡിയോ ബുക്സ് സഹായിക്കും. നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ബുക്സ് ആൻഡ് പ്രശസ്തമായ നോവൽസ് കേൾക്കാനും ആഡ് ഫ്രീ ആയി HD ക്വാളിറ്റിയിലുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുന്ന പ്രോഡക്ട്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും കുക്കു FM സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആപ്പിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് സിനിമയുടെ വലിയ പ്രശ്നത്തിലേക്ക് പോകാം. 3 പ്ലോട്ടാണ് സിനിമയിലുള്ളത്. 1 അച്ഛൻ മകൻ ബന്ധത്തിലെ പ്രശ്നങ്ങൾ, 2 ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, 3 അച്ഛനെ കൊല്ലാൻ നടക്കുന്നവരുമായിട്ടുള്ള ക്ലാഷ്. ഇതിൽ ആദ്യത്തേത്, അതായത് അച്ഛൻ മകൻ ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് കേന്ദ്ര കഥാപാത്രത്തിന്റെ മറ്റ് പ്ലോട്ടിലെ, അതായത് അയാളുടെ മൊത്തത്തിലുള്ള സ്വഭാവം ഡിഫൈൻ ചെയ്യുന്നത്. അച്ഛനെ കൊല്ലാൻ വരുന്നവരെ അത്രയും പണക്കാരനായ ഒരാൾക്ക് സിമ്പിളായി ഒരു കൂലി പട്ടാളത്തെ വിട്ട് കൈകാര്യം ചെയ്യാം. പക്ഷെ അയാൾക്ക് അവരെ നേരിട്ട് ചെന്ന് കൊല്ലണം, ആ വയലൻസിൽ അർമാദിക്കണം. പലപ്പോഴും അയാളുടെ നല്ലതിന് വേണ്ടി ഭാര്യ പറയുന്നതൊന്നും കേൾക്കാൻ അയാൾ കൂട്ടാക്കുന്നില്ല. അവളോട് മോശമായി പെരുമാറുന്നുണ്ട്. വൈഫുമായുള്ള ബന്ധം വഷളായാലും വേണ്ടില്ല എന്ന രീതിയിൽ അയാൾ സ്വയം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുകയാണ്. ചുരുക്കത്തിൽ സിനിമ പറയുന്നത് രൺബീറിന്റെ കഥാപാത്രത്തിന് ചെറുപ്പത്തിൽ അവൻ ആഗ്രഹിച്ചതുപോലെ അച്ഛന്റെ കെയർ കിട്ടുന്നില്ല. അതുകൊണ്ട് അവൻ വളർന്നു വരുമ്പോൾ അവൻ നോർമലായ ഒരു മനുഷ്യനായല്ല വളരുന്നത്, മറിച്ച് ഒരു അനിമലിനെ പോലെയാണ് എന്നാണ്. ഈ പറഞ്ഞ സംഭവം സിനിമ നന്നായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ നോർമൽ അല്ലാത്ത അനിമലിനെ പോലെ പെരുമാറുന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ നോർമലായ ഒരാളെ പോലെ കാണണോ, പ്രശ്നങ്ങളുള്ള ഒരാളായി കാണണോ, അതോ ഹീറോയിക് ലെവലിൽ കാണണോ? ഈ ഒരു കാര്യത്തിൽ സിനിമ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സിനിമകൾ, അല്ലെങ്കിൽ അതുപോലെ അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമകൾ, അതിലേക്ക് കഥാപാത്രങ്ങൾ എത്ര സ്ത്രീവിരുദ്ധരായാലും മാനിപ്പുലേറ്റീവ് ആണെങ്കിലും അങ്ങേയറ്റം അബ്നോർമൽ ആണെങ്കിലും ആ സിനിമകൾ കാണുമ്പോൾ ആ കഥാപാത്രങ്ങളെ ആഘോഷിക്കുന്നത് പോലെ തോന്നിയിട്ടില്ല. നമ്മുടെ മുന്നിൽ ആ കഥാപാത്രങ്ങളെ പ്രസന്റ് ചെയ്യുന്നു. ചില മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ്. പല പല കാരണങ്ങൾ കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെയുള്ള അബ്നോർമൽ ആയിട്ടുള്ള മനുഷ്യരും നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നത് പോലെയാണ് ആ സിനിമകൾ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. എന്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു സിനിമയായി നമ്മുടെ ഈ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള അമേരിക്കൻ ബ്യൂട്ടിയിലെ മെയിൻ കഥാപാത്രം ടീനേജ് പ്രായമുള്ള മകളുടെ ഫ്രണ്ടുമായി സെക്സ് ചെയ്യാൻ നടക്കുന്ന ആളാണ്. അതായത് അത്രയും മോശമായൊരു ക്യാരക്ടർ. പക്ഷെ ക്രിറ്റിക്സ് ഒക്കെ ആ സിനിമയെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം കഥാപാത്രം അങ്ങനെയായതുകൊണ്ട് സിനിമ ടോട്ടാലിറ്റിയിൽ അതാകണമെന്നില്ല. ഇനി അനിമലിലെ വയലൻസ് കാരണമാണ് ആ സിനിമയെ വിമർശിക്കുന്നതെന്നും തോന്നിയിട്ടില്ല. കാരണം ഗാങ്സ് ഓഫ് വസീപൂർ അടക്കം വയലൻസ് ഉള്ള ഒരുപാട് സിനിമകൾ ഇതുപോലെ വിമർശിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ കബീർ സിംഗിലെ പോലെ സന്ദീപ് റെഡ്ഡി വങ്കയുടെ അനിമലിലെ പ്രശ്നവും സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. നായകൻ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയല്ല പ്രശ്നം, മറിച്ച് സിനിമ ടോട്ടാലിറ്റിയിൽ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് പ്രശ്നം. തുടക്കത്തിലെ നായകന്റെ ആൽഫാമെയിൽ പെൽവിസ് ഡയലോഗ്സിൽ വീഴുന്ന നായിക, ഭാര്യയെ സഹോദരിമാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഭാര്യയെ ചീറ്റ് ചെയ്യുന്നത് അത് ജസ്റ്റിഫൈ ചെയ്യുന്നത്, തൃപ്തി ദിമ്രിയുടെ കഥാപാത്രത്തോട് ഇഷ്ടമാണെങ്കിലും ഷൂ നക്കാൻ പറയുന്നത്, കസിൻസിനോട് ഭാര്യയെ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്, അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ, അതൊക്കെ പ്രസന്റ് ചെയ്ത രീതി കാണുമ്പോൾ സംവിധായകന്റെ ചിന്തകളാണ് അവിടെ വരുന്നതെന്ന് തോന്നിപ്പോകും. മറ്റൊരു ഉദാഹരണം, എന്റെ പ്രസവകാലത്ത് എന്നെ അയാളാണ് ഒറ്റയ്ക്ക് നോക്കിയത്, അതുകൊണ്ട് എന്നെ എത്ര മോശമായി ട്രീറ്റ് ചെയ്താലും ഞാൻ കൂടെ നിൽക്കുമെന്ന രീതിയിലുള്ള നായിക പറയുന്ന ആ സീന് ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട് അത് മനസ്സിലാക്കാതെ കുടുങ്ങിക്കിടക്കുന്നതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ്. സംവിധായകനും ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ആ സീന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവസാനം ഭാര്യ ഇറങ്ങിപ്പോകുന്നതിലൂടെ നായക കഥാപാത്രം ചെയ്ത തെറ്റിനൊക്കെ സഫർ ചെയ്യുന്നുണ്ടെന്ന് സിനിമ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സിനിമയിൽ ആകെ മൊത്തം പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്ത്രീ വിരുദ്ധതയെ അതുകൊണ്ടൊന്നും മായ്ച്ചു കളയാൻ പറ്റുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് സന്ദീപ് റെഡ്ഡി വങ്കയുടെ സിനിമകൾക്ക് ഈ ഒരു പ്രശ്നമുള്ളതെന്ന് അറിയാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് കണ്ടുനോക്കി. അപ്പൊ ശരിക്കും അതിനുള്ള ഉത്തരം കിട്ടി. ഭരദ്വാജൻ രംഗനുമായുള്ള ഒരു അഭിമുഖത്തിൽ അനിമലിലെ നായകനെ മിസോജിനിസ്റ്റായി കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കബീർ സിംഗോ അനിമലിലെ നായകനോ ഞാനോ മിസോജിനിസ്റ്റ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ഉത്തരത്തിൽ തന്നെ എല്ലാം ക്ലിയർ ആണ്. ആ രണ്ട് കഥാപാത്രങ്ങളും സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രശ്നവും അദ്ദേഹം കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായും സ്ത്രീകളെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമല്ല, അത് സ്ത്രീ വിരുദ്ധതയല്ല എന്ന അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തിന്റെ സിനിമകളിൽ റിഫ്ലക്ട് ചെയ്യുമല്ലോ. അതാണ് ക്രിറ്റിക്സും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ക്രിറ്റിക്സ് അദ്ദേഹത്തിന്റെ സിനിമകളെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്ന അദ്ദേഹത്തിന്റെ വാദം തെറ്റാണ്. സ്ത്രീ വിരുദ്ധതയൊക്കെ നോർമലായി കാണുന്ന നമ്മുടെ സമൂഹത്തിന്റെ കണ്ടീഷനിങ് കാരണം സ്ത്രീ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന തന്റെ കഥാപാത്രങ്ങൾ സ്ത്രീ വിരുദ്ധരാണെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമാണ് ആ ഒരു ആസ്പെക്റ്റിൽ സിനിമയെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ സിനിമയെ സിനിമയായി കാണണം, സിനിമ സ്ത്രീ വിരുദ്ധമായാൽ അത് ചോദ്യം ചെയ്യുന്നതിലൊന്നും കാര്യമില്ല എന്ന് പറയുന്നവരൊക്കെ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ, താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ തുടരെ സിനിമകൾ വന്നാൽ അത് മാറ്റി പറയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഉദാഹരണത്തിന് ഒരു നോർത്ത് ഇന്ത്യൻ സംവിധായകൻ തമിഴിലെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ സിനിമകൾ എടുത്താൽ ഭരദ്വാജ് രംഗൻ അടക്കമുള്ളവർ അതിനെ വിമർശിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തങ്ങളുടെ പ്രശ്നമല്ലാത്തത് കൊണ്ട് സ്ത്രീകളെ അപമാനിക്കുന്നതൊക്കെ സിനിമാറ്റിക് ലിബർട്ടിയായി പലർക്കും കാണാൻ സാധിക്കും. ടോക്സിക് പേരന്റിംഗ് കാരണം ടോക്സിക് ആയി മാറിയ ഒരു കഥാപാത്രമാണ് അനിമലിലെ നായകൻ. എന്നാൽ ആ കഥാപാത്രത്തിന്റെ സ്ത്രീ വിരുദ്ധതയടക്കമുള്ള ടോക്സിക് സ്വഭാവത്തെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ സിനിമ മാറുന്നതാണ് അനിമലിന്റെ പ്രശ്നം. ചുരുക്കത്തിൽ മേക്കിംഗിൽ ഫ്രഷ്നെസ് ഉണ്ട്, ആക്ഷൻ ഒക്കെ വ്യത്യസ്തമായി ചെയ്തിട്ടുണ്ട്. ബോളിവുഡിലെ പതിവ് ഫോർമുലയിൽ നിന്നും മാറി ബന്ധങ്ങളിലെ കോംപ്ലക്സിറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമമുണ്ട്. എന്നാൽ പായസത്തിൽ പല്ലി ചത്ത് കിടക്കുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ സ്ത്രീ വിരുദ്ധത പൊന്തിക്കിടക്കുന്നതാണ് പ്രശ്നം. അപ്പൊ ഇതൊക്കെയാണ് അനിമൽ എന്ന സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.